ഇവിടെ പ്രേക്ഷകർ നമ്മളിപ്പം സാധാരണക്കാർക്ക് വലിയ ആശ്വാസം എന്ന് പറയുമ്പോൾ ശരിയാണ്, വലിയ ഇളവാണ്, ആശ്വാസമാണ്. പക്ഷേ നമ്മൾ മലയാളികളുടെ ഇഷ്ട ഭക്ഷണത്തിന് അവഗണനയാണ് ഗൈസ്. GSTയിൽ ഏതാണ് ആ ഐറ്റം എന്നല്ലേ? അജിത്തുണ്ട് പാലക്കാട് നിന്ന്. അജിത്തെ, പൊറോട്ടയ്ക്ക് മാത്രം വിലക്കുറവില്ല. അജിത്തെ, എന്താണ് പൊറോട്ടയ്ക്ക് മാത്രം വില കുറയാത്തത്? സേതുലക്ഷ്മി, ഈ പൊറോട്ട എന്ന് പറയുന്നത് കുറേ നേരമായി ഞാൻ ഇവിടെ ലൈവിൽ നിൽക്കുകയാണ്. ഞാൻ പൊറോട്ട അടിക്കുന്നതിന് തൊട്ടടുത്താണ് നിൽക്കുന്നത്. ബീഫിൻ്റെയും പൊറോട്ടയുടെയും മണം അടിച്ചിട്ടാണ് ഇത്രയും നേരം ഞാനിവിടെ ലൈവ് ചെയ്യുന്നത്. ഏറ്റവും അവസാനം വിളിക്കുമ്പോൾ അത്രയും നേരം ഞാൻ ആ മണം സഹിച്ചവിടെ നിന്നത്. മണം നല്ല സുഗന്ധം. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം GSTയുടെ വില ഇത്തരത്തിൽ മാറ്റം ഉണ്ടാകുമ്പോൾ GSTയിൽ വില മാറ്റമുണ്ടോ, പൊറോട്ടയുടെ കാര്യത്തിൽ എന്താണ്, ഹോട്ടലുകളിലുള്ള വില മാറുമോ എന്നുൾപ്പെടെയുള്ള ചോദ്യങ്ങൾ ഇതിനോടകം തന്നെയുണ്ട്. 18% ഉണ്ടായിരുന്ന പൊറോട്ട എടുത്ത് കളഞ്ഞതോടുകൂടി ഇത്തരത്തിൽ ഈ ഹോട്ടൽ പാക്കറ്റുകളിലെത്തുന്ന, അതായത് കടകളിലൊക്കെ പാക്കറ്റുകളിലെത്തുന്ന ഇതിന് വലിയ തരത്തിലുള്ള വില വ്യത്യാസം ഉണ്ടാകും. പക്ഷേ അത് ഈ ചില്ലറ വ്യാപാര കാര്യത്തിലേക്ക് എത്തുമ്പോൾ അത് എങ്ങനെയാണ് മാറ്റം ഉണ്ടാകുക എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഇതിനോടകം വന്നിട്ടില്ല. അതുകൊണ്ട് പൊറോട്ടയുടെ കടയിലെ വിലയിൽ മാറ്റം ഉണ്ടാകും എന്നുള്ള കാര്യം അറിയില്ല. പക്ഷേ നമ്മളിവിടെ വന്നത് ഇന്ന് മലയാളികളുടെ ദേശീയ ഭക്ഷണമാണ് പൊറോട്ടയും ബീഫും. അപ്പോൾ അതിന് വില കുറഞ്ഞു എന്നൊരു വാർത്ത വന്നാൽ തന്നെ അത് സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ ട്രെൻഡിങ് ആണ്. ഇപ്പോൾ തന്നെ ആളുകളൊക്കെ അത് ആഘോഷിക്കുകയാണ്. കുറച്ച് പൊറോട്ട എടുത്ത് അതിലൊരു കഷ്ണം ബീഫ് വെച്ച് ഒരു സവോള ഇട്ട് അത് കഴിക്കുന്ന ആ ഒരു ത്രില്ല്, അതൊരു രസമാണ്. ഇത് നമ്മളൊരു പാലക്കാടുള്ളൊരു 10 എന്ന് പറയുന്നൊരു പ്രധാനപ്പെട്ട ഹോട്ടലാണ്. ഇവിടെ നല്ല അസാധ്യ പൊറോട്ട കിട്ടും. ഇത് നമ്മുടെ രാജീവേട്ടനാണ് ഇവിടെ പൊറോട്ട അടിക്കുന്നത്. 22 വർഷമായിട്ട് രമേശ് ചേട്ടൻ 22 വർഷമായിട്ട് ഈ കടയിൽ തന്നെയാണ് ജോലി ചെയ്യുന്നത്. 22 വർഷമായിട്ട് ഒരു കടയിൽ തന്നെ ജോലി ചെയ്യുന്ന ആളാണ്. ബോഡി ബിൽഡറൊക്കെയാണ് ആളാണ് ഇവിടെ ഫുള്ള് പൊറോട്ട അടിക്കുന്നത്. ചേട്ടാ, ഇത് പറഞ്ഞേ, ഒരു ദിവസം എത്ര പൊറോട്ട അടിക്കും? ഇവിടെ ശരാശരി ഒരു 50 കിലോ മാവ് പൊറോട്ട പോകുന്നുണ്ട്. ഞങ്ങൾ 2 പേരാണ് പൊറോട്ടയ്ക്ക്. ഒരാളിൽ നിന്ന് സുഖമില്ലാത്ത കാരണം ലീവിലാണ്. ഇന്ന് വർക്ക് ഞാൻ ഫുള്ളായി ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ പൊറോട്ടയ്ക്ക് ഇങ്ങനെ വില കുറയുന്നൊക്കെ ആൾക്കാർ പറയുമ്പോൾ സന്തോഷമാണ്. ഇത് കേൾക്കുമ്പോൾ സന്തോഷമാണ്. GST ഒഴിവാക്കിയിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ അതിൻ്റെ സന്തോഷമൊക്കെ തന്നെ ആളുകൾക്കുണ്ട്. ഇപ്പോൾ കടയിലുള്ള വിലയുടെ കാര്യത്തിൽ ഇവർക്കും ഇപ്പോൾ ഒരു വ്യക്തതയില്ല. അതെങ്ങനെയാണ് പ്രതിഫലിക്കുന്നത്, ഒരു ക്ലാരിറ്റി ഉണ്ടാവണമെന്ന് തന്നെയാണ് ഇവരും പറയുന്നത്. ഇപ്പോൾ ഇത് ചേട്ടോ, ഈ ആളുകളൊക്കെ ഇപ്പോൾ തന്നെ ഭയങ്കര സോഷ്യൽ മീഡിയയിലൊക്കെ എക്സൈറ്റഡ് ആയിട്ട് ചോദിക്കുന്നുണ്ട് വില കുറയുമോ എന്നുള്ളത്. നിങ്ങൾക്ക് അതിലിപ്പോൾ ഒരു കൃത്യമായിട്ട് എന്താണെന്ന് അറിയില്ല അല്ലേ? അറിയില്ല. എന്താണെങ്കിലും ആളുകൾ ചോദിക്കുന്ന ഒരു സന്തോഷമുണ്ട്. ഉണ്ട്. വില കുറയട്ടെ. പൊറോട്ടയ്ക്ക് വില കുറയട്ടല്ലേ? പൊറോട്ടയും ബീഫും തന്നെയാണ് ഇവിടുന്ന് ഏറ്റവും കൂടുതൽ. അതെ, പൊറോട്ട ബീഫ് 50 കിലോൻ്റെ പൊറോട്ട പോകും. 50 കിലോ പൊറോട്ട GST ഈടാക്കണില്ല. അപ്പോൾ എന്താണെങ്കിലും സേതുലക്ഷ്മി, ഏതായാലും നമ്മളിവിടുന്ന് പൊറോട്ടയൊക്കെ കഴിച്ചിട്ടേ പോകുന്നുള്ളൂ. ഇത്രയും കണ്ട സ്ഥിതിക്കും എന്നെ ഇത്രയും നേരം ലൈവിൽ പിടിച്ചു നിർത്തി മണമെല്ലാം സുഗന്ധമെല്ലാം അടിച്ച സ്ഥിതിക്ക് ഇനി ഏതാണെങ്കിലും പൊറോട്ടയും ബീഫും എല്ലാം കഴിച്ചിട്ടേ ഞാൻ ഇവിടുന്ന് പോകുന്നുള്ളൂ. 2 പ്ലേറ്റ് ബീഫും കഴിച്ചിട്ട് പോയാൽ മതി ഇന്ന് അജിത്ത്. അപ്പോൾ ഇങ്ങനെയാണ് GSTയുടെ കാര്യങ്ങൾ. GSTയിലെ ആ വിലയിലുണ്ടായ GSTയുടെ വിലയ്ക്കുണ്ടായ ആ ഇളവ് അത് വിപണികളിലൊക്കെ പ്രതിഫലിച്ച് തുടങ്ങിയിട്ടുണ്ട്. ആളുകളൊക്കെ വലിയ ഹാപ്പിയാണ്. നിത്യോപയോഗ സാധനങ്ങൾക്ക് പ്രത്യേകിച്ചും വില കുറയുന്നതോടെ. ഒപ്പം തന്നെ മരുന്നുകൾക്കൊക്കെ വില കുറയുന്നതേ മനുഷ്യരെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ്. ഇപ്പോൾ ഈ GSTയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളൊക്കെ തുടങ്ങിയ സമയത്താണ് നമ്മുടെ സംസ്ഥാന മന്ത്രിമാരടക്കം പറഞ്ഞിരുന്ന ഒരു കാര്യം, ഇതൊക്കെ വിപണിയിൽ പ്രതിഫലിച്ച് തുടങ്ങുമ്പോൾ വില കുറവ് ആളുകൾക്ക് കിട്ടുമോ എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇനി ആ ഒരു ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല. ഇന്ന് ആദ്യത്തെ ദിവസം തന്നെ ആ ഒരു വിലക്കുറവ് ആളുകൾ അനുഭവിച്ചു തുടങ്ങിയിട്ടുണ്ട്. വിപണിയിൽ അത് പ്രതിഫലിച്ചും തുടങ്ങിയിട്ടുണ്ട്.